Hi folks, welcome to Lethologica. ഞങ്ങളിവിടെ ഒരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഏസറിൻ്റെ ഒരു 30K റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. അതായത് Acer 3. ഇതിന് പല മോഡൽസ് അവൈലബിൾ ആണ്. നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ AMD വെർഷനാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 36,999 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആയിരിക്കുന്നത് 29,000-നാണ്. അപ്പോൾ നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഇൻഫോർമേഷനാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഈ മോഡലിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, Acer 3. അതിൻ്റെ ഒരു സബ് മോഡൽ നെയിമാണ് A315-23 R5E9 എന്നുള്ളത്. അതായത് ഇതൊരു AMD വെർഷനാണ് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവണേ. പിന്നെ ഇതിൻ്റെ ഒരു കളർ എഴുതിയിരിക്കുന്നത് പ്യുവർ സിൽവർ എന്നാണ്. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കാണാമല്ലോ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പിൻ നമ്പർ ഡീറ്റെയിൽസ് ആണ്, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ OS ഇവർ അവൈലബിൾ ആയിട്ട് തന്നിരിക്കുന്നത് Windows 10 ഹോം സിംഗിൾ ലാംഗ്വേജ് ആണ്, അതായത് ഇംഗ്ലീഷ് വേർഷൻ നമുക്ക് ഇതിനകത്തുണ്ടാവും. പിന്നെ പ്രൊസസ്സർ ചെയ്തിരിക്കുന്നത് AMD Athlon Silver 3050U എന്ന പ്രൊസസ്സറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു i3യുടെ കോമ്പാറ്റബിൾ പ്രൊസസ്സറാണ് കേട്ടോ. പിന്നെ LCD ഇരിക്കുന്നത് 39.62 cm HD Acer ComfyView LCD ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 39.62 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15.62 ഇഞ്ചിൻ്റെ ഒരു LCD ആണ്. അത് ComfyView എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് LCD ഇരിക്കുന്നത് ഒരു മാറ്റ് ഗ്ലോയിങ് ഫിനിഷുള്ള ഒരു ലെയർ ഒട്ടിച്ചിട്ടുള്ള ഒരു LCD ആയതുകൊണ്ടാണ്. പിന്നെ ഗ്രാഫിക്സ് വന്നിരിക്കുന്നത് AMD Radeon ഗ്രാഫിക്സ് ആണ്. അത് ഏത് വേർഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് അത് 3rd അല്ലെങ്കിൽ 4th ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ മെമ്മറി 4GB DDR4, അതുപോലെ തന്നെ സ്റ്റോറേജ് 1TB അവൈലബിൾ ആണ്. ഒപ്റ്റിക്കൽ ഡ്രൈവ് ഇല്ല. പിന്നെ VLAN ആൻഡ് ബ്ലൂടൂത്ത് വേർഷൻ എന്തൊക്കെയോ നെയിം എഴുതിയിട്ടുണ്ട്, നമുക്കിപ്പോൾ നോക്കണ്ട. പിന്നെ ബാറ്ററി 36 Wh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവർ നമുക്ക് മൈക്രോസോഫ്റ്റ് 365 അവൈലബിൾ ആയിട്ട് തരുന്നുണ്ട്. പക്ഷേ അത് 1 month ട്രയലേ ഉള്ളൂ. അതായത് നമുക്ക് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ലൈസൻസ് നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കിംഗ്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ചാർജർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കതിവിടെ വയ്ക്കാം. അതിനുശേഷം പിന്നെ ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ്. ഇത് നമുക്ക് ആദ്യം ബോക്സിനകത്തുള്ള സാധനങ്ങൾ നോക്കാം, എന്നിട്ട് നമുക്ക് ലാപ്ടോപ്പിലേക്ക് തിരിച്ചു വരാം. ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കാറ്റലോഗും പിന്നെ ഗ്യാരണ്ടി ബുക്കുമാണ്. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ബുക്ക് എന്തായാലും എടുത്തു വെക്കണം, നമുക്കത് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട്. നമ്മളിവിടെ അത് യൂസ് ചെയ്യുന്നില്ല. ഇനിയുള്ളത് ഇതിൻ്റെ ബാറ്ററി ചാർജറാണ്. ചാർജർ എന്ന് പറയാൻ നേരത്ത് കണ്ടില്ല, ഇത് മിനിയേച്ചർ ചാർജറാണ്, അതായത് ചെറുതാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും കൊണ്ടുനടക്കാനും എളുപ്പമായിരിക്കും. ഇനി നമുക്ക് തിരിച്ച് ലാപ്ടോപ്പിലേക്ക് പോകാം. അപ്പോൾ ലാപ്ടോപ്പ് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ തന്നെ നമുക്ക് നല്ല രസമില്ല. ഇതിൻ്റെ സൈഡിൽ അവർ ഒരു ഡിസൈനായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇതിൻ്റെ വർക്കും ലുക്ക് ആൻഡ് ഫീൽ എല്ലാം നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ നാരോ ബസ്സിലാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഇവിടെ 2 പ്രൊട്ടക്ഷൻ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പൂട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഡിസ്പ്ലേ ചെന്ന് ഇവിടെ ടച്ച് ചെയ്യത്തില്ല. അതേപോലെ തന്നെ കീബോർഡ്സും എനിക്ക് ഇഷ്ടമായി, നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ 1 hand ഓപ്പറേഷൻ ഒന്ന് നോക്കാം. അതായത് ലാപ്പ് ഒരു കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, തുറക്കാൻ പറ്റുമെന്ന്. 1 hand വളരെ ഈസി ആയിട്ടാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഔട്ട് ഓഫ് 5 5 തന്നെ കൊടുക്കാൻ പറ്റും. നമുക്കിത് കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ടാണ് 1 hand ഓപ്പറേഷൻ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് അതിൻ്റെ ഡിസ്പ്ലേ 180 ഡിഗ്രി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കത് 180 ഡിഗ്രിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഈ ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന AMD Athlon Silver, അത് അതിൻ്റെ പ്രൊസസ്സറാണ്. Athlon Silver എന്ന് പറയുന്നത് അതിൻ്റെ Ryzen സീരീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസസ്സർ സീരീസാണ്. അതിൻ്റെ ഏറ്റവും ബേസ് ലൈൻ വേർഷനാണ് Athlon Silver 3050. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന AMD Radeon ഏത് വേർഷനാണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ AMD Radeon ആക്ച്വലി ഒരു Intel UHD ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസസ്സറാണ്, ഒരു ഗ്രാഫിക്സ് കാർഡ് പ്രൊസസ്സറാണത് ആക്ച്വലി. പിന്നെ Acer 3, അതിൻ്റെ തന്നെ നാരോ ബെസൽ, അതായത് ഇതിൻ്റെ ബെസൽ വളരെ നാരോ ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രിസിഷൻ ടച്ച്, അതിൻ്റെ ടച്ച് പാഡിനെ പറ്റിയാണ്. പിന്നെ ഫാസ്റ്റ് വയർലെസ്, അതായത് ഇതിൻ്റെ വൈഫൈ വെർഷൻ 802.11 AC എന്ന വെർഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെമ്മറി അപ്ഗ്രേഡബിൾ ആണ്, അതായത് നമുക്ക് ഇതിന് 4GB ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് തന്നിരിക്കുന്നത്, അത് 12GB വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് പറയുന്നത് HDMI പോർട്ട്, അത് HDMI ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവർ ആ പോർട്ട് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ പോർട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ആദ്യം തന്നെ വരുന്നത് 2 USB പോർട്ട്സ് ആണ്. അത് 3.0 പോർട്ട്സ് ആണ്, കാരണം ഇതിനകത്തൊരു ബ്ലൂ കളർ കണ്ടില്ല, അത് 3.0 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന് സാധാരണ USBനെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഇതിന് വോൾട്ടേജ് കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ മൊബൈൽ എന്തെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്നത് HDMI ആണ്, അത് TV-യിലേക്കോ അല്ലെങ്കിൽ ഹൈ HD വീഡിയോ ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HDMI യൂസ് ചെയ്യാം. ഇനി ഇതിൽ കാണുന്നത് RJ45, അത് LAN കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു USB-യും അതുപോലെ തന്നെ നമ്മുടെ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ 2 ഇൻഡിക്കേറ്റർ ലാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്പ് ഓൺ ആണോ എന്നതും പിന്നെ ഇതിൻ്റെ പവർ ചാർജിങ് ആവുന്നുണ്ടോ എന്നുള്ളതും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇതൊന്ന് ഓണാക്കി നോക്കാം. നമുക്കിനി ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ആ പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ കോൺസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതായത് ഇതിൻ്റെ പോരായ്മകൾ. അത് വലിയ പോരായ്മകളൊന്നുമില്ല, എന്നാലും അതിൻ്റെ മേജർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് കണ്ടോ, ഇവിടെ ഒത്തിരി എക്സ്പോസ്ഡ് ആണ്, നമ്മുടെ ഈ മദർ ബോർഡ് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡസ്റ്റി എൻവറോൺമെൻറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡസ്റ്റ് ഉള്ളിൽ കയറാനും ലാപ്ടോപ്പ് കംപ്ലൈൻറ്റ് ആവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളതൊന്ന് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊതുവേ കീബോർഡിനെ സാധാരണ ഒരു കീബോർഡിനായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കീബോർഡ് സ്പേസിങ് കുറച്ച് കൂടുതലാണ്. പക്ഷേ അത് നമുക്ക് തിരിച്ചറിയില്ല കേട്ടോ, നമ്മൾ ഒന്നിച്ച് വെച്ച് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ മാത്രം നോക്കി ടൈപ്പ് ചെയ്യുന്ന ഒരാൾക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീക്കറിന് ബേസ് കുറച്ച് കുറവായിട്ട് തോന്നിയിരുന്നു. പിന്നെയുള്ളത് നമ്മുടെ ഇതിന് ബാക്ക് ലൈറ്റ് ഇല്ല, കീബോർഡ് ബാക്ക് ലൈറ്റ് ഇല്ല. അപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാപ്സ് ലോക്കും നമ്പർ ലോക്കും അതിനകത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇല്ല. അപ്പോൾ അത് ക്യാപ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇത്രയാണ് ഇതിൻ്റെ കോൺസ് ആയിട്ടുള്ളത്. ഇതൊന്നും വലിയ പോരായ്മകളല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു പ്രൊഫഷണലിസം എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ നല്ല വശങ്ങൾ എന്ന് പറയുന്നത് മേജർലി പറയാനുള്ളത് ഇതിൻ്റെ ഈ പ്രൊസസ്സർ സ്പീഡ് 2.3 GHz, അതുപോലെ തന്നെ 4GB റാം, പിന്നെ 4GB ഗ്രാഫിക്സ് മെമ്മറി, 1080p ഡിസ്പ്ലേ, ഇതെല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് നല്ലൊരു ലാപ്ടോപ്പാണെന്ന് തന്നെ പറയാം. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോക്കൽ സർവീസ് സെൻറ്റേഴ്സ് എല്ലാം സെർച്ച് ചെയ്തു. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുവിധം സർവീസ് സെൻറ്റേഴ്സിനെല്ലാം 4 above റേറ്റിംഗ് ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പ് ഒരു സർവീസിന് കൊടുക്കേണ്ട എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് യാതൊരുവിധ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് കാണണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ കാണണമെന്നോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സോ ദിസ് ഇസ് ഫോർ Lethologica. ഐ ആം സൈനിങ് ഓഫ്.